ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 22. ശരിയായ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം. ഒരു വർഷത്തിലേറെയായി ഞങ്ങൾ കായെ അറിയാം. ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആഴ്ചതോറും കൂടുന്ന ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. ഒരു സായാഹ്നത്തിൽ ഞങ്ങളുടെ പതിവ് മീറ്റിംഗിൽ അദ്ദേഹം ഒളിമ്പിക്സിൽ പങ്കെടുത്തതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തി. പരാമർശം വളരെ സാധാരണമായിരുന്നു. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയി. വെങ്കല മെഡൽ മത്സരത്തിൽ പങ്കെടുത്ത ഒരു ഒളിമ്പ്യനാണ് അദ്ദേഹമെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം ഇതിനു മുമ്പ് പരാമർശിച്ചിട്ടില്ലെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ ഖായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കായിക നേട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ സമൂഹം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്നിവയായിരുന്നു തനിക്ക് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ലൂക്കോസ് 10-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലെ കഥ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രം എന്തായിരിക്കണമെന്ന് വിവരിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ യേശു അയച്ച 72 പേർ അവരുടെ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് അവനോട് അറിയിച്ചു. താൻ അവർക്ക് വലിയ ശക്തിയും സംരക്ഷണവും നൽകിയിട്ടുണ്ടെന്ന് യേശു പറഞ്ഞപ്പോൾ തന്നെ അവർ തെറ്റായ കാര്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് അവൻ അറിഞ്ഞു. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കേണ്ടത് എന്ന് യേശു ഊന്നിപ്പറഞ്ഞു. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നേട്ടങ്ങളും കഴിവുകളും എന്തൊക്കെയായിരുന്നാലും നമ്മുടെ സന്തോഷത്തിനുള്ള ഏറ്റവും വലിയ കാരണം നാം യേശുവിൽ നമ്മെ തന്നെ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൈനംദിന സാന്നിധ്യം നാം ആസ്വദിക്കുന്നു എന്നതാണ്. ചിന്തിക്കുക, നിങ്ങൾ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ശാശ്വതമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ എങ്ങനെ മാറ്റാനാകും? ദൈവത്തിന് മഹത്വം.